നമ്മുടെ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റിഡോക്സ് പ്രവർത്തനങ്ങളും രാസപ്രവർത്തന വേഗവും. ഈ പാഠഭാഗത്തിലെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചത് മാസ് സംരക്ഷണ നിയമം പഠിച്ചു. ഒരു രാസപ്രവർത്തനത്തിൽ മാസ് നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല, മാസ് സംരക്ഷണ നിയമം. പിന്നെ നമ്മൾ രാസസമീകരണം പഠിച്ചു. കെമിക്കൽ രാസവാക്യങ്ങൾ ബാലൻസ് ചെയ്യാനായിട്ട്, ഇക്വേഷൻ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു. എന്താണ് രാസസമീകരണം എന്ന് പഠിച്ചു. അതിന് കുറേ ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു ചെയ്തു, ഹോംവർക്കായിട്ട് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോണത് ഓക്സീകരണവും നിരോക്സീകരണവും എന്താണെന്നാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം മഗ്നീഷ്യം, ഇതിന് നമുക്ക് മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള അയോണിക സംയുക്തങ്ങൾ, സഹസംയോജക സംയുക്തം, രാസബന്ധനം എന്നുള്ള പാഠത്തിൽ രണ്ടാമത്തെ പാഠമായിട്ടുള്ള രാസബന്ധനത്തിലെ അയോണിക സംയുക്തങ്ങളും സഹസംയോജക ബന്ധനമൊക്കെ നമുക്ക് നല്ല പരിചയം ഉണ്ടായിരുന്നു. അതിൽ അയോണിക ബന്ധനം, ഇപ്പം മഗ്നീഷ്യം ക്ലോറിനും ചേർന്ന് മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാകുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അയോണിക ബന്ധനമാണ്. കാരണം മഗ്നീഷ്യം ഒരു ലോഹമാണ്, ക്ലോറിൻ ഒരു അലോഹമാണ്. അപ്പോൾ ലോഹങ്ങളും അലോഹങ്ങളും ചേർന്നുണ്ടാകുന്ന രാസബന്ധനം, അവിടെ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. മഗ്നീഷ്യം എന്ന ലോഹം ക്ലോറിൻ എന്ന അലോഹത്തിന് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും. അങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുണ്ടാകുന്ന ബന്ധനമാണ് ഏത് ബന്ധനം? അയോണിക ബന്ധനം. പിന്നെ നമ്മൾ ആ രണ്ടാമത്തെ ചാപ്റ്ററിൽ സഹസംയോജക ബന്ധനം പഠിച്ചത് അലോഹങ്ങൾ തമ്മിലുള്ള ബന്ധനമാണ് സഹസംയോജക ബന്ധനം. അതിൽ ഇലക്ട്രോണുകളെ പങ്കുവെക്കുകയാണ് ചെയ്യണമെന്ന് പഠിച്ചു. അപ്പം ഇങ്ങനെ ഒരു അയോണിക ബന്ധനം മഗ്നീഷ്യം ക്ലോറിനും ചേർന്ന് മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാകുന്നു. മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറിൻ്റെയും ഇലക്ട്രോൺ വിന്യാസം, അപ്പോൾ നമുക്കറിയാം മഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക നമ്പർ 12 നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺ വിന്യാസം 2, 8, 2. ക്ലോറിൻ്റെ ആറ്റോമിക നമ്പർ 17, ഇലക്ട്രോൺ വിന്യാസം 2, 8, 7 നമ്മൾ പഠിച്ചിട്ടുണ്ട്. മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറിൻ്റെയും ഇലക്ട്രോൺ വിന്യാസം 2, 8, 2, 2, 8, 7. മഗ്നീഷ്യം ആറ്റം എത്ര ഇലക്ട്രോണുകളെ വിട്ടു നോക്കൂടെ? മഗ്നീഷ്യത്തിന് 2, 8, 2. ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോണാണ്. ഇനി ഇതിന് അഷ്ടകം പൂർത്തിയാവണമെങ്കിൽ 8 ആവണമെങ്കിൽ 6 ഇലക്ട്രോണും കൂടി നേടണം. അത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക. അപ്പം മഗ്നീഷ്യം ആറ്റം എത്ര ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും? 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ഇലക്ട്രോൺ എന്നുള്ളതിനെ ചുരുക്കി എഴുതേണ്ടതാണ് ഈ മൈനസ് എന്ന് മുകളിൽ എഴുതുന്നത്. സ്മോൾ ലെറ്റർ ഇട്ടിട്ട് മുകളിൽ മൈനസ് എഴുതുന്നത്. 2 ഇലക്ട്രോണിന് വിട്ടുകൊടുക്കും. അതിന് എത്ര ചാർജ് ലഭിക്കും? 2 ഇലക്ട്രോണിന് വിട്ടുകൊടുത്താൽ 2 പോസിറ്റീവ് ചാർജ് ലഭിക്കും. അപ്പോൾ 2+ ആണ് അതിന് ലഭിക്കുന്ന ചാർജ്. 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ 2+ ആണ് അതിന് ലഭിക്കുന്ന ചാർജ്. ഈ പ്രവർത്തനത്തിൻ്റെ സമവാക്യം പൂർത്തിയാക്കാനാണ് പറയുന്നത്. മഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് നോക്കൂടെ. മഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ 12, ഇലക്ട്രോൺ വിന്യാസം 2, 8, 2. ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോൺ. ഈ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് മഗ്നീഷ്യം 2 ഇലക്ട്രോണിന് വിട്ടുകൊടുത്ത് Mg2+ ആയി 2 ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുത്തത്. അതാണ് ഇവിടെ എഴുതേണ്ടത്. +2 ഇലക്ട്രോൺ എന്നുള്ളത് ചുരുക്കിയിട്ടാണ് ഈ മൈനസ് എന്ന് എഴുതിയിരിക്കുന്നത്. ഓരോ ക്ലോറിൻ ആറ്റവും എത്ര ഇലക്ട്രോണിനെ സ്വീകരിക്കും നോക്കും. ക്ലോറിൻ്റെ ആറ്റോമിക് നമ്പർ 17, ഇലക്ട്രോൺ വിന്യാസം 2, 8, 7. ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോണാണുള്ളത്. അഷ്ടകം പൂർത്തിയാക്കാൻ 1 ഇലക്ട്രോണിൻ്റെ കുറവാണ്. ഒരു ക്ലോറിൻ ആറ്റത്തിന് 1 ഇലക്ട്രോണാണ് വേണ്ടത്. അപ്പോൾ ഓരോ ക്ലോറിൻ ആറ്റവും എത്ര ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു? 1 ഇലക്ട്രോണിനെയാണ് സ്വീകരിക്കുക. അപ്പോൾ ഓരോ ക്ലോറിൻ ആറ്റത്തിനും ലഭിക്കുന്ന ചാർജ് എന്തായിരിക്കും? 1 ഇലക്ട്രോണിനെ സ്വീകരിച്ചാലേ 1-. ഈ പ്രവർത്തനത്തിൻ്റെ രാസവാക്യം അപ്പം എങ്ങനെ എഴുതുക? ക്ലോറിൻ 1 ഇലക്ട്രോണിനെ സ്വീകരിച്ച് Cl- ആയി മാറുന്നു. 1- ആയതുകൊണ്ട് 1 എഴുതണ്ട. 1 ഇലക്ട്രോണിനെ സ്വീകരിച്ചതുകൊണ്ട് 1- ആണ്. 1 ആയതുകൊണ്ട് നമ്മൾ എഴുതുന്നില്ല. ഈ പ്രവർത്തനത്തിൽ മഗ്നീഷ്യം, ഇവിടെ ആരാണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തത്? മഗ്നീഷ്യം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, ക്ലോറിൻ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. ഇവിടെ ആർക്കാണ് ഇലക്ട്രോൺ
നഷ്ടപ്പെട്ടത്? മെഗ്നീഷ്യത്തിനാണ് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത്. മെഗ്നീഷ്യത്തിന് അപ്പം എന്ത് സംഭവിച്ചു? ഓക്സീകരണം സംഭവിച്ചു. മെഗ്നീഷ്യത്തിന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, ഓക്സീകരണം സംഭവിച്ചു. ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. ആരാണ് ഇവിടെ ഇലക്ട്രോണിനെ സ്വീകരിച്ചത്? ക്ലോറിനാണ് ഇലക്ട്രോണിനെ സ്വീകരിച്ചത്. ക്ലോറിൻ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. ക്ലോറിന് നിരോക്സീകരണം സംഭവിക്കുന്നു. ഇനി മെഗ്നീഷ്യത്തിന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, ഓക്സീകരണം സംഭവിച്ചു. മെഗ്നീഷ്യത്തിന് ഇലക്ട്രോൺ നഷ്ടപ്പെടാൻ എന്താണ് കാരണം? ആരാണ് കാരണം? ക്ലോറിനാണ് മെഗ്നീഷ്യത്തിൻ്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോണിനെ വാങ്ങിച്ചത്. അപ്പോൾ ആ ക്ലോറിനാണ് ഓക്സീകാരി. മെഗ്നീഷ്യത്തിന് ഓക്സീകരണം സംഭവിച്ചു. ഓക്സീകരണം സംഭവിക്കാൻ കാരണക്കാരനായ ക്ലോറിനാണ് ഓക്സീകാരി. ഇനി ക്ലോറിന് നിരോക്സീകരണം സംഭവിച്ചു. ക്ലോറിന് ഇലക്ട്രോൺ വാങ്ങിച്ചു അല്ലേ? ക്ലോറിന് ഇലക്ട്രോൺ കൊടുത്ത ആളാണ് ക്ലോറിന് നിരോക്സീകരണം ഉണ്ടാവാൻ കാരണമാക്കിയത്. ക്ലോറിന് ഇലക്ട്രോൺ ആരാ കൊടുത്തത്? മെഗ്നീഷ്യമാണ് ക്ലോറിന് ഇലക്ട്രോണിനെ കൊടുത്തത്. അതുകൊണ്ട് മെഗ്നീഷ്യമാണ് നിരോക്സീകാരി. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റം നിരോക്സീകാരിയും. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനം ഓക്സീകരണം. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റം നിരോക്സീകാരി. ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആറ്റം ഓക്സീകാരി. നിങ്ങൾ ഇത്രയധികം ഓർത്ത് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്സീകരണം സംഭവിക്കുന്ന ആളാണ് നിരോക്സീകാരി. നിരോക്സീകരണം സംഭവിക്കുന്ന ആളാണ് ഓക്സീകാരി. മേൽപ്പറഞ്ഞ രാസപ്രവർത്തനത്തിൽ ഏത് ആറ്റത്തിനാണ് ഓക്സീകരണം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമുക്കറിയേണ്ടത് എന്താണ് ഓക്സീകരണം? ഇലക്ട്രോൺ നഷ്ടപ്പെടുക. ആർക്കാണ് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത്? മെഗ്നീഷ്യത്തിനാണ് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത്. അപ്പോൾ ഏത് ആറ്റത്തിനാണ് ഓക്സീകരണം സംഭവിച്ചത്? മെഗ്നീഷ്യത്തിന്. ഏത് ആറ്റത്തിനാണ് നിരോക്സീകരണം സംഭവിച്ചതെന്ന് ചോദിച്ചാലോ? ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. ആരാണ് ഇലക്ട്രോണിനെ സ്വീകരിച്ചത്? ക്ലോറിനാണ് ഇലക്ട്രോണിനെ സ്വീകരിച്ചത്. ക്ലോറിന് എന്ത് സംഭവിക്കുന്നു? നിരോക്സീകരണം സംഭവിക്കുന്നു. ഏത് ആറ്റത്തിനാണ് നിരോക്സീകരണം സംഭവിച്ചത്? ക്ലോറിൻ. ഈ രാസപ്രവർത്തനത്തിൽ ഓക്സീകാരി ഏത്? അപ്പോൾ ടീച്ചർ നേരത്തെ പറഞ്ഞു ഓക്സീകാരി ആരാണ്? നിരോക്സീകരണം സംഭവിക്കുന്ന ആളാണ് ഓക്സീകാരി. ആരാണ് ഇവിടെ ആർക്കാ നിരോക്സീകരണം സംഭവിച്ചത്? ക്ലോറിന്. അപ്പോൾ ക്ലോറിനാണ് ഓക്സീകാരി. ഈ രാസപ്രവർത്തനത്തിൽ നിരോക്സീകാരി ഏത്? ആരാ നിരോക്സീകാരി? ഓക്സീകരണം സംഭവിക്കുന്ന ആളാണ് നിരോക്സീകാരി. ഇവിടെ ആർക്കാണ് ഓക്സീകരണം സംഭവിച്ചത്? മെഗ്നീഷ്യത്തിന് ഓക്സീകരണം സംഭവിച്ചു. മെഗ്നീഷ്യമാണ് നിരോക്സീകാരി. കുട്ടികൾ നോട്ട് ബുക്കിലേക്ക് ഈ ബോക്സ്, ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് നമ്പർ 48 നോട്ട് ബുക്കിലേക്ക് എഴുതിയിട്ട് ഈ ഹെഡിങ് എഴുതുക. ഓക്സീകരണവും നിരോക്സീകരണവും എന്ന് ഹെഡിങ് നോട്ട് ബുക്കിൽ എഴുതുക. ഈ ബോക്സിലുള്ള കാര്യങ്ങൾ ഓക്സീകരണം, നിരോക്സീകരണം, ഓക്സീകാരി ആരാണ്, നിരോക്സീകാരി ആരാണെന്നുള്ള കാര്യങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതുക. എന്നിട്ട് ഈ എക്സാമ്പിൾ ഒന്ന് എഴുതി വയ്ക്കുക. ഇത് എഴുതണ്ട, അല്ലെങ്കിൽ ഇനി വരുന്ന എക്സാമ്പിൾ എഴുതിയാൽ മതി കേട്ടോ. ഈ ബോക്സ് മാത്രം നോട്ട്ബുക്കിലേക്ക് എഴുതുക. എക്സാമ്പിൾ നമുക്കിനി അടുത്ത് വരുന്ന ബോക്സുകളിലത്തെ എഴുതാം കേട്ടോ. ഇനി തന്നിരിക്കുന്ന രാസസമവാക്യങ്ങളിൽ ഓക്സീകരണം സംഭവിച്ച ആറ്റം, നിരോക്സീകരണം സംഭവിച്ച ആറ്റം, ഓക്സീകാരി, നിരോക്സീകാരി എന്നിവ പട്ടികപ്പെടുത്തുക. മെഗ്നീഷ്യം ഫ്ലൂറിനും ചേർന്ന് മെഗ്നീഷ്യം ഫ്ലൂറൈഡ് ഉണ്ടാകുന്നു. ഇനി ഇതിങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ട കാര്യം മെഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്, അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എത്രയാണ്, അതൊക്കെ നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യം അറിഞ്ഞാലാണ് എളുപ്പത്തിൽ എഴുതാൻ പറ്റുക. മെഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ 12, ഇലക്ട്രോൺ വിന്യാസം 2, 8, 2. ഇനി ഫ്ലൂറിൻ്റെ ആറ്റോമിക് നമ്പർ 9, ഇലക്ട്രോൺ വിന്യാസം 2, 7. ഇനി നമുക്കിതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റും. കാരണം എന്താണ്? മെഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ 12, ഇലക്ട്രോൺ വിന്യാസം 2, 8, 2. ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോണാണുള്ളത്. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ മെഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. ഇലക്ട്രോൺ
നഷ്ടപ്പെടുന്നു. മെഗ്നീഷ്യത്തിന് 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. ഇവിടെ നോക്കൂ, ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. അപ്പോൾ ആർക്കാണ് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത്? മെഗ്നീഷ്യത്തിന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അപ്പോൾ ഓക്സീകരണം സംഭവിച്ച ആറ്റം ആരാണ്? മെഗ്നീഷ്യമാണ് ഓക്സീകരണം സംഭവിച്ച ആറ്റം. മെഗ്നീഷ്യം നമ്മൾ നേരത്തെ പഠിച്ചു. ഓക്സീകരണം സംഭവിച്ച ആറ്റമാണ് നിരോക്സീകാരി. അപ്പോൾ നിരോക്സീകാരി ആരാന്ന് ഇപ്പം എഴുതി വെച്ച് എളുപ്പമുണ്ട്. മെഗ്നീഷ്യമാണ് നിരോക്സീകാരി. ഇനി മെഗ്നീഷ്യത്തിന് സംഭവിച്ച ഓക്സീകരണം സംഭവിച്ച സമവാക്യം: മെഗ്നീഷ്യം ഗീവ്സ് Mg2+ പ്ലസ് 2 ഇലക്ട്രോൺ. മെഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് Mg2+ ആകുന്നു. ഇനി അടുത്തത് നിരോക്സീകരണം സംഭവിച്ച ആറ്റം ഏത്? അപ്പം നമുക്കറിയണം എന്താണ് നിരോക്സീകരണം. ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. ഇവിടെ നോക്കൂ, ഫ്ലൂറിന് 9 ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ വിന്യാസം 2, 7 ആണ്. ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണ്. അഷ്ടകം പൂർത്തിയാവാൻ 1 ഇലക്ട്രോൺ കൂടി, 8 ഇലക്ട്രോൺ അഷ്ടകം എന്ന് പറഞ്ഞാൽ 1 ഇലക്ട്രോണും കൂടി വേണം. അപ്പോൾ ഫ്ലൂറിന് എന്ത് ചെയ്യും? 1 ഇലക്ട്രോണിനെ സ്വീകരിക്കും. അപ്പോൾ ഇലക്ട്രോണിനെ സ്വീകരിച്ച ആറ്റാണ്, ആ പ്രവർത്തനമാണ് നിരോക്സീകരണം. ആരാണ് സ്വീകരിക്കുന്നത്? ഫ്ലൂറിനാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ നിരോക്സീകരണം സംഭവിച്ച ആറ്റം ആരാണ്? ഫ്ലൂറിൻ. നമ്മൾ നേരത്തെ പഠിച്ചു, നിരോക്സീകരണം സംഭവിച്ച ആറ്റമാണ് ഓക്സീകാരി. അപ്പോൾ ഓക്സീകാരിയിൽ അവിടെ നിന്ന് എഴുതി വയ്ക്കുക? ഫ്ലൂറിൻ എഴുതി വയ്ക്കുക. അപ്പോൾ നിരോക്സീകരണം സംഭവിച്ച സമവാക്യം എന്താ? ഫ്ലൂറിൻ 1 ഇലക്ട്രോണിനെ സ്വീകരിച്ച് F- ആകുന്നു. F+1 ഇലക്ട്രോൺ ഗീവ്സ് F-. ഇതിൽ ഓക്സീകാരി ഫ്ലൂറിൻ, നിരോക്സീകാരി മെഗ്നീഷ്യം. കുട്ടികൾ ഈ ഇക്വേഷൻ നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഈ ചോദ്യങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഇത് തനിയെ ചെയ്യുക, ഹോംവർക്കായിട്ട് തനിയെ ചെയ്യാം. അപ്പോൾ ഈ ഇക്വേഷൻ നോട്ട്ബുക്കിലേക്ക് എഴുതുക. പട്ടിക 3, 9 നോട്ട്ബുക്കിൽ വരച്ചിട്ട് ഈ ചോദ്യങ്ങൾ മാത്രം എഴുതിയിട്ട് ഉത്തരങ്ങൾ തനിയെ എഴുതുക. അടുത്ത ഇക്വേഷൻ നോക്കൂ. 2Na + Cl2 ഗീവ്സ് 2NaCl. ഇത് ഫില്ല് ചെയ്യുന്നതിന് മുൻപ് നമുക്കറിയേണ്ട കാര്യങ്ങൾ: സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും ആറ്റോമിക നമ്പറും ഇലക്ട്രോൺ വിന്യാസവും. സോഡിയത്തിൻ്റെ ആറ്റോമിക നമ്പർ 11, ഇലക്ട്രോൺ വിന്യാസം 2, 8, 1. ക്ലോറിൻ്റെ ആറ്റോമിക നമ്പർ 17, ഇലക്ട്രോൺ വിന്യാസം 2, 8, 7. ഇത്ര അറിഞ്ഞാൽ ഇത് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ഓക്സീകരണം സംഭവിച്ച ആറ്റം എന്നുള്ള ചോദ്യത്തിന് എന്താണ് ഓക്സീകരണം എന്നറിയണം. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. ഇവിടെ ആർക്കാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുക? സോഡിയത്തിന് 2, 8, 1 ഇലക്ട്രോൺ വിന്യാസം. ബാഹ്യതമ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ്. അഷ്ടകം പൂർത്തിയാവണമെങ്കിൽ 8 ആകെ വേണ്ട. 7 കൂടി ഇനി കിട്ടണം. അത് കിട്ടില്ല. അപ്പോൾ സോഡിയം എന്ത് ചെയ്യും? ഈ 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അപ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട ആറ്റം ഇവിടെ ആരാണ്? സോഡിയം. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. അപ്പോൾ ഓക്സീകരണം സംഭവിച്ച ആറ്റം ആരാണ്? സോഡിയം. ഇനി നമുക്കറിയാം ഓക്സീകരണം സംഭവിച്ച ആറ്റമാണ് നിരോക്സീകാരി. ഇപ്പം തന്നെ നിരോക്സീകാരി എന്നുള്ളിടത്ത് എന്തെഴുതി വയ്ക്കുക? സോഡിയം എന്ന് എഴുതി വയ്ക്കുക. അടുത്ത ചോദ്യം, ഓക്സീകരണത്തിൻ്റെ സമവാക്യമാണ് ഇനി ചോദിക്കുന്നത്. സോഡിയത്തപ്പോൾ ഇവിടെ നോക്കും നമ്മൾ. സോഡിയത്തിന് 1 ഇലക്ട്രോണാണ് വിട്ടുകൊടുക്കാൻ പറ്റുക. ബാഹ്യതമ ഷെല്ലിലത്തെ 1 ഇലക്ട്രോണാണ് വിട്ടുകൊടുക്കാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ സമവാക്യം എങ്ങനെയാണ്? സോഡിയം 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് Na+ ആവും. അപ്പോൾ എന്താണ് എൻ്റെ സമവാക്യം? Na ഗീവ്സ് 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. 1 ഇലക്ട്രോണിന് വിട്ടുകൊടുത്തിട്ട് Na+ ആയി. അപ്പോൾ എന്താണ് ഓക്സീകരണ സമവാക്യം? Na ഗീവ്സ് Na++ 1 ഇലക്ട്രോൺ. അടുത്ത ചോദ്യം, നിരോക്സീകരണം സംഭവിച്ച ആറ്റം എന്ന് ചോദിച്ചാൽ എന്താണ് നിരോക്സീകരണം? ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. ഇവിടെ നോക്കൂ, ക്ലോറിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 7. ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോൺ. അഷ്ടകം പൂർത്തിയാവാൻ 1 ഇലക്ട്രോൺ കൂടി വേണം. ക്ലോറിൻ എവിടെ 1 ഇലക്ട്രോണിനെ കണ്ടാലും സ്വീകരിക്കും. ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രവർത്തനം ആരാ ചെയ്യുക? ക്ലോറിൻ. അപ്പോൾ ആർക്കാണ്
നിരോക്സീകരണം സംഭവിക്കുന്നത് ക്ലോറിന്. നിരോക്സീകരണം സംഭവിച്ച ആറ്റം ക്ലോറിൻ. ഉടനെ നമുക്ക് നിരോക്സീകരണം സംഭവിക്കുന്ന ആറ്റമാണ് ഓക്സികാരി. അപ്പോൾ ആർക്കാണ് നിരോക്സീകരണം സംഭവിച്ചത്? ക്ലോറിന്. അപ്പോൾ ക്ലോറിനാണ് ഓക്സികാരി എന്നുള്ളിടത്ത് നിന്ന് എഴുതണം ക്ലോറിൻ. ഇനി നിരോക്സീകരണ സമവാക്യം എന്ന് പറഞ്ഞാൽ ക്ലോറിൻ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന സമവാക്യം. അപ്പോൾ Cl ഇലക്ട്രോണിനെ സ്വീകരിക്കുക പ്ലസ് എത്ര ഇലക്ട്രോണിനെ സ്വീകരിക്കണമെന്ന് ഇങ്ങനെ നമുക്കറിയാം. ക്ലോറിൻ്റെ ആറ്റോമിക് നമ്പർ 17, ഇലക്ട്രോൺ വിന്യാസം 287 ഒരു ഇലക്ട്രോണിനെയാണ് വേണ്ടത്. അപ്പോൾ അഷ്ടകം പൂർത്തിയായിട്ട് 8 ആവാൻ ഒരു ഇലക്ട്രോണിനെയാണ് വേണ്ടത്. അപ്പോൾ Cl ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് Cl മൈനസായി മാറുന്നു. ഈ ചോദ്യം കുട്ടികൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഈ പട്ടിക 3-10 നോട്ട്ബുക്കിലേക്ക് ചോദ്യങ്ങൾ മാത്രം എഴുതി വെക്കുക. ഉത്തരങ്ങൾ ഹോംവർക്കായിട്ട് തനിയെ ചെയ്തിട്ട് ടെക്സ്റ്റ് ബുക്ക് വെച്ച് ചെക്ക് ചെയ്യുക ശരിയായൊന്നും. ഇതും കൂടി ചുവടെ കൊടുത്തിരിക്കുന്ന സമവാക്യങ്ങൾ വിശകലനം ചെയ്ത് പട്ടിക പൂർത്തിയാക്കുക. Mg gives Mg2 + 2 ഇലക്ട്രോൺ. F + 1 ഇലക്ട്രോൺ gives F-. ഇനി ചോദിച്ചിരിക്കുന്നത് ഈ ഒന്നാമത്തെ ചോദ്യത്തിൽ ഓക്സീകരണ സമവാക്യം അതൊക്കെ എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം എന്താണ് ഓക്സീകരണം എന്ന് കുട്ടികൾക്ക് അറിയണം. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. ഇതിൽ ആർക്കാണ് ഈ രണ്ടാളിൽ ആർക്കാണ് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത്? മെഗ്നീഷ്യം 2 ഇലക്ട്രോണിന് കൊടുത്തു. മെഗ്നീഷ്യത്തിനാണ് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത്. അപ്പോൾ ഓക്സീകരണ സമവാക്യം എന്നുള്ളതിൻ്റെ അടിയിൽ മെഗ്നീഷ്യത്തിൻ്റെ സമവാക്യം എഴുതുക. Mg gives Mg2 + 2 ഇലക്ട്രോൺ. ഓക്സീകരണം സംഭവിച്ച മെഗ്നീഷ്യമാണ് നിരോക്സീകാരി. അപ്പോൾ നിരോക്സീകാരിയുടെ അടിയിൽ മെഗ്നീഷ്യം എഴുതി. ഇനി അടുത്തത് നിരോക്സീകരണ സമവാക്യം. ഇലക്ട്രോൺ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ ഫ്ലൂറിനാണ് ഇലക്ട്രോണിനെ സ്വീകരിച്ചത്. ആ സമവാക്യമാണ് എന്ത്? നിരോക്സീകരണ സമവാക്യം. അപ്പോൾ ഫ്ലൂറിന് നിരോക്സീകരണമാണ് സംഭവിച്ചത് എങ്കിൽ ഫ്ലൂറിൻ ഓക്സികാരിയാണ്. ഓക്സികാരി ഫ്ലൂറിൻ. ഇതുപോലെ അടുത്ത 2 ചോദ്യം ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. Na gives Na + 1 ഇലക്ട്രോൺ. Na ഇലക്ട്രോണിനെ കൊടുക്കുന്നു. Naക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനം ഓക്സീകരണം. അപ്പോൾ ഇതെവിടെ എഴുതേണ്ടത്? ഓക്സീകരണത്തിൻ്റെ അടിയിൽ ഓക്സീകരണ സമവാക്യത്തിൻ്റെ അടിയിൽ എന്തെഴുതണം? Na gives Na + 1 ഇലക്ട്രോൺ. ഇനി ഓക്സീകരണമാണ് എണ്ണയ്ക്ക് സംഭവിച്ചത്. അപ്പോൾ Na ആരാണ്? നിരോക്സീകാരി. ഓക്സീകരണം സംഭവിച്ച ആറ്റമാണ് നിരോക്സീകാരിയുടെ അടിയിൽ Na എന്ന് എഴുതുക. അടുത്തത് ക്ലോറിൻ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് Cl- ആകുന്നു. ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. അപ്പോൾ ക്ലോറിൻ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത് നിരോക്സീകരണത്തിൻ്റെ അടിയിലാണ് എഴുതേണ്ടത്. അപ്പോൾ ക്ലോറിൻ + 1 ഇലക്ട്രോൺ ഗീവ്സ് Cl-. ഇനി ക്ലോറിൻ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. നിരോക്സീകരണം സംഭവിച്ച ആറ്റമാണ് ക്ലോറിൻ. നിരോക്സീകരണം സംഭവിക്കുന്ന ആറ്റമാണ് ഓക്സികാരി. അപ്പോൾ ഓക്സികാരിയുടെ അടിയിൽ എഴുതേണ്ടത് ക്ലോറിൻ. അടുത്ത സമവാക്യം നോക്കുക. അയൺ Fe എന്ന് പറഞ്ഞത് അയൺ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. അപ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. അയണിന് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്നു, ഓക്സീകരണം സംഭവിക്കുന്നു. അപ്പോൾ ഏതിൻ്റെ അടിയിലാണ് ഈ ഇക്വേഷൻ എഴുതേണ്ടത്? ഓക്സീകരണത്തിൻ്റെ അടിയിൽ Fe gives Fe2 + 2 ഇലക്ട്രോൺ. ഇനി നമ്മൾ പഠിച്ചു ഓക്സീകരണം സംഭവിക്കുന്ന ആറ്റമാണ് നിരോക്സീകാരി. അയണിന് ഓക്സീകരണം സംഭവിക്കുന്നു. അയണാണ് അപ്പം എന്ത്? നിരോക്സീകാരി. ഇനി അടുത്ത ഇക്വേഷൻ. ഓക്സിജൻ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് O2- ആകുന്നു. ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. അപ്പോൾ ഈ ഇക്വേഷൻ ഏതിൻ്റെ അടിയിൽ എഴുതേണ്ടത്? നിരോക്സീകരണ സമവാക്യത്തിൻ്റെ അടിയിൽ. അപ്പോൾ O+2 ഇലക്ട്രോൺ ഗീവ്സ് O2-.
O2-. നിരോക്സീകരണം സംഭവിക്കുന്ന ഓക്സിജൻ ആറ്റമാണ് ഓക്സിഗാരി. ഓക്സിഗാരിയുടെ അടിയിൽ ഓക്സിജൻ. ഇപ്പോൾ കുട്ടികൾ ചെയ്യേണ്ടത് ഈ 3 ചോദ്യം മാത്രം നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ഇത് ഹോംവർക്കാണ്. ചോദ്യങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക. പട്ടികയിൽ തന്നിട്ടുള്ള ഹെഡിങ്ങുകൾ മാത്രം എഴുതിയിട്ട് ഈ ഫില്ലിയിൽ കാണാതെ ചെയ്യാം. ഹോംവർക്കായിട്ട് കാണാതെ ചെയ്യുക, നോട്ട്ബുക്കിൽ ചെയ്യുക. അതിനുശേഷം ടെക്സ്റ്റ് ബുക്കായിട്ട് ഒത്തു നോക്കി ശരിയാണോ നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും പഠിച്ചു വയ്ക്കുക. താങ്ക് യു ഓൾ ഓഫ് യു.